Question number 5. A machine shop has 8 identical drilling machines manned by 6 operators. So 6 operators work ചെയ്യുന്നുണ്ട്. The machine cannot be worked without an operator wholly engaged on it. Original cost of all these machines works out to 8 lakhs. So cost of the machine 8 lakhs. These particulars are furnished for 6 months period. So 6 month period in the data ആണ് തന്നിരിക്കുന്നത്. Normal available hours per month. So 208 ആണ് normal available hours per month. അത് 6 monthsലേക്ക് convert ചെയ്യാൻ into 6. Absenteeism without pay hours 18. So per month എന്നൊന്നും തന്നിട്ടില്ല. So ഇത് 6 months period ന്റെ data തന്നെയാണ്. Leave with pay hours 20. 6 months data ആണ്. Normal idle time unavoidable hours 10. Average rate of, so ഇത്രയും effective hours calculate ചെയ്യാനാണ്. Then average rate of wages per worker for 8 hours a day. So 1 day 8 hours ഉണ്ട്, അതിന് പേ ചെയ്യുന്നത് 800 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് പെർ അവർ കിട്ടും. Then production bonus estimated 15% on wages. Value of power consumed 8500. Supervision and indirect labor 33,000. Lighting and electricity 12,000. These particulars are for a year. Repair and maintenance including consumables 3% of value of machines. Insurance 40,000. Depreciation 10%. So ഇതെല്ലാം ഒരു ഇയറിലെ ഡാറ്റ ആണ് തന്നിരിക്കുന്നത്. Sundry expenses, general management expenses. You are required to compute a comprehensive machine hour rate for the machine shop. So machine hour rate കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. So first നമുക്ക് effective working hours കണ്ടുപിടിക്കാം. Okay. So 6 months periodലെ ഡാറ്റ ആണ് തന്നിരിക്കുന്നത്. 6 operators wholly engaged ഉണ്ടെങ്കിൽ machine can be worked. So നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് 6 months periodലെ 6 operatorsന്റെ ഡാറ്റയാണ്. Okay, so 6 months period, for 6 months 6 operators ഡാറ്റയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നോർമൽ അവൈലബിൾ hours per month എത്രയുണ്ട്? 208. So per month 208. So 208 into എത്ര മാസമുണ്ട്? 6 into 6 ചെയ്യുമ്പോൾ നോർമൽ അവൈലബിൾ hours for 6 months കിട്ടും. Per 6 operator. Per operator ആണ് ഇത് തന്നിരിക്കുന്നത്. For 6 operator എന്ന് പറയുമ്പോൾ into 6. So 208 into 6 into 6 ചെയ്യുമ്പോൾ 7488 കിട്ടും നോർമൽ അവൈലബിൾ അവേഴ്സ്. ഓക്കെ, ഇനി ഓപ്പറേറ്റേഴ്സിന് പേ ചെയ്യുന്നത്, ഓക്കെ, ആബ്സെൻറ്റീസം വിതൗട്ട് പേ ഉണ്ട്, ലീവ് വിത്ത് പേ ഉണ്ട്, ഐഡിൽ അൺഅവോയ്ഡബിൾ അവേഴ്സ് ഉണ്ട്. സോ ഈ രണ്ട് ഇതിനും ലീവ് അവേഴ്സിനും അൺഅവോയ്ഡബിൾ അവേഴ്സിനും ഓപ്പറേറ്ററിന് വേജ് കിട്ടും, പക്ഷേ ആബ്സെൻറ്റീസത്തിന് കിട്ടില്ല. സോ ആ അവർ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി അവേഴ്സിന് ഓപ്പറേറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണ്ടേ? യെസ്. സോ ആബ്സെൻറ്റീസം വിതൗട്ട് പേ അവേഴ്സ് മൈനസ് ചെയ്യണം. So 18 into 6 months in the data ആണ് തന്നിരിക്കുന്നത്, into 6 operators ചെയ്യുമ്പോൾ you will get 108. So അത് മൈനസ് ചെയ്യുമ്പോൾ you will get the paid hours. അതിൽ നിന്നും ലീവ് അവേഴ്സ് മൈനസ് ചെയ്യുക. So ലീവ് അവേഴ്സ് എത്ര? 20 into 6 operators. 20 into 6 operators 120. Then idle unavoidable hours 10 into 6 operator 60. So effective working hours എന്ന് പറയുന്നത് 7200 ആണ്. അതിൽ പെയ്ഡ് അവേഴ്സ് എന്ന് പറയുന്നത് 7380 ആണ്. ആസ് മെഷീൻസ് കനോട്ട് ബി വർക്ക് വിതൗട്ട് ആൻ ഓപ്പറേറ്റർ ഹോളി എൻഗേജ് ഓൺ ദം, അവേഴ്സ് ഫോർ വിച്ച് 6 operators ആർ അവൈലബിൾ ഫോർ 6 months ആർ ദ അവേഴ്സ് ഫോർ വിച്ച് മെഷീൻസ് ക്യാൻ ബി യൂസ്ഡ്. സോ ഒരു മെഷീനിന് ഒരു ഓപ്പറേറ്റർ. സോ ടോട്ടൽ 6 operators വർക്ക് ചെയ്യുന്നുണ്ട് 6 monthsൽ. അതുകൊണ്ടാണ് നമ്മൾ എമൗണ്ടും 6 months for 6 period കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് 7200 hours represent effective working hours. ഇനി ഓപ്പറേറ്ററിൻ്റെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാം. Average rate of wages per worker for 8 hours a day 800. So average rate of wages per worker, ഒരു വർക്കറിന് ഒരു ഡേ. സോ 1 day എത്ര hours വർക്ക് ചെയ്യുന്നുണ്ട്? 8 hours വർക്ക് ചെയ്യുന്നുണ്ട്. 8 ഹവേഴ്സിന് 800 ആണ് കിട്ടുന്നത്. സോ 1 ഹവറിന് എത്രയാണ് കിട്ടുന്നത്? 800 ഡിവൈഡഡ് ബൈ 8, 100 ആണ് പെർ അവർ കിട്ടുന്നത്. സോ വേജ് റേറ്റ് പെർ അവർ എത്രയാണ്? 100 per hour. ഇനി ഓപ്പറേറ്ററിന് എത്ര പേ ചെയ്യുന്നു? ഓപ്പറേറ്ററിൻ്റെ പെയ്ഡ് അവേഴ്സ് എത്രയാണ്? 7380. 7380 ഇൻറ്റു 100 ചെയ്യുമ്പോൾ ടോട്ടൽ വേജസ് പെയ്ഡ് ടു 6 operators for 6 months will be 7,38,000. So first item is operators wages 7,38,000. Next is production bonus. So production bonus എത്രയാണ് തന്നിരിക്കുന്നത്? 15% on wages, 15% on operators wage. 7,38,000 into 15%, 1,10,700. Power consumed 8,500. Supervision and indirect labor 33,000. Lighting and electricity 12,000. അത് ഡയറക്റ്റ് കൊടുക്കുക ബിക്കോസ് 6 monthsൻ്റെ ഡാറ്റ ആണ് തന്നിരിക്കുന്നത്. Then next, these particulars are for a year.
Repairs and maintenance include consumables. So repairs and maintenance 3% of value of machine. Value of machine എത്രയാണ് 8 lakh. 8 lakh into 3% ആണ് per annum. So അതേ into 1/2 അല്ലെങ്കിൽ 6/12 ചെയ്താൽ 6 monthsൻ്റെ ഡാറ്റ കിട്ടും. സോ റിപ്പയർ എന്ന് പറയുന്നത് 8 lakh into 3% into 6/12. ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതേപോലെ 40,000 into 6 മാസം divided by 12. Depreciation എന്ന് പറഞ്ഞാൽ 10% of original cost. കോസ്റ്റ് എത്രയാണ് 8 lakh. 8 lakh into 10% into 6/12. Other sundry work expense എന്ന് പറയുന്നത് 12,000. So 12,000 into 6/12. General management expense എന്ന് പറയുന്നത് 54,530. അതേ into 6/12 ചെയ്താൽ 6 months data കിട്ടും. So total ചെയ്യുമ്പോൾ you will get the total overhead. Machine hour rate എന്ന് പറയുന്നത് total overhead divided by machine hours. Total overhead എത്ര 10,79,465 divided by machine hours എന്ന് പറയുന്നത് effective working hours ആണ്. effective working hours ആണ് machine hours. 7,200 വെച്ച് divide ചെയ്യുമ്പോൾ you will get machine hour rate as 149.93. Question number 6. Job number 198 was commenced on October 10, 21 and completed on November 1, 21. Materials used were 6,000, labor 4,000. Other information as given below. So job number 198 ന് വേണ്ടി യൂസ് ചെയ്ത മെറ്റീരിയലും ലേബറും തന്നിട്ടുണ്ട്. Machine number 215. Machine number 215 used for 40 hours. Machine hour rate 35. Then machine number 160 used for 30 hours and machine hour rate being 40. 6 welders worked on the job for 5 days of 8 hours each. Then direct labor hour per welder is 20. General expenses related to production not included for calculating either the machine hour or direct labor hour rate total 20,000. Total direct wages for period 2 lakh. Compute the works cost for job number 198. So job number 198 ന്റെ works cost compute ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. So works cost എന്ന് പറഞ്ഞാൽ എന്താ മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ്. മെറ്റീരിയൽ കോസ്റ്റ് എത്ര ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 6,000. ലേബർ കോസ്റ്റ് എത്ര 4,000. ഓവർ ഹെഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ മെഷീൻ്റെ ഡേറ്റാസ് തന്നിരിക്കുന്നത്. Okay, so first machine number 215 was used for 40 hours. Machine hour rate 35. So actual hours into rate ആണ് overhead എന്ന് പറയുന്നത്. So 40 into 35 ചെയ്യുമ്പോൾ overhead of machine number 215 കിട്ടും. Then machine number 160 30 hours machine hour rate being 40. So 30 into 40. Then next 6 welders worked on the job for 5 days of 8 hours each. So വെൽഡേഴ്സിന് കൊടുക്കുന്നത് എത്ര സോ ടോട്ടൽ വെൽഡേഴ്സ് എത്ര അവേഴ്സ് വർക്ക് ചെയ്തു 6 ഡേയ്സ് വർക്ക് ചെയ്തു അല്ല സോറി 6 വർക്കേഴ്സ് 6 വെൽഡേഴ്സ് വർക്ക് ചെയ്തു ഫോർ എത്ര ഡേയ്സ് 5 ഡേയ്സ് ഫോർ എത്ര അവേഴ്സ് 8 hours. സോ ടോട്ടൽ 240 hours വെൽഡേഴ്സ് വർക്ക് ചെയ്തു. അതിന് അവർക്ക് പേ ചെയ്യുന്നത് ഡയറക്റ്റ് ലേബർ ആർ പെർ വെൽഡർ 20 ആണ്. സോ ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത് ഓവർഹെഡ് എന്ന് പറയുന്നത് 240 into 20. Okay, then general expenses related to production. So total general expense വന്നിട്ടുണ്ട് എത്രയാണ് 20,000. Then total direct wages for the period being 2 lakh. അതിൽ നിന്ന് നമുക്ക് job number 198 കാൽക്കുലേറ്റ് ചെയ്യണം. സോ job number 198 കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ജനറൽ എക്സ്പെൻസ് ആസ് എ റേഷ്യോ ഓഫ് വേജസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ടോട്ടൽ ജനറൽ എക്സ്പെൻസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും 20,000 ആണ് ജനറൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ 2 lakh into 100 which will give you 20%. 20% of wages ആണ് ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ജോബിൻ്റെ അങ്ങനെ കണ്ടുപിടിച്ചൂടെ. സോ ജോബ് നമ്പർ 198 വേജസ് എത്രയാണ് 4,000. 4,000 10% ആണ് general expense. So material cost 6,000, direct labor 4,000, factory overhead, machine number 215, 40 hours into 35, 160, 30 hours into 40, then 240 hours of welder at the rate of 30 per hour, 4,800. General expense എന്ന് പറയുന്നത് 10% of wages. Total ചെയ്യുമ്പോൾ you will get the works cost. DYK number 7. In a factory, overhead of particular department are recovered on the base of 5 per machine hour. So overhead recovery rate വന്നിട്ടുണ്ട് 5. The total expenses incurred and actual machine hours for the month of August were 80,000 and 10,000. So actual machine hours total expenses തന്നിട്ടുണ്ട്. So total expense എത്ര
80,000. അതാണ് ആക്ച്വൽ ഓവർഹെഡ്. സോ ആക്ച്വൽ ഓവർഹെഡ് ഇസ് 80,000. ദെൻ ആക്ച്വൽ മെഷീൻ hours 10,000 hours. ആക്ച്വൽ hours 10,000 hours. സോ ഫസ്റ്റ് അത് എടുത്തെഴുതാം. അബ്സോർപ്ഷൻ റേറ്റ് 5 per hour. ആക്ച്വൽ ഓവർഹെഡ് 80,000. ആക്ച്വൽ hours 10,000 hours. Of the amount of 80,000, 15,000 become payable due to an award of labor court and 5,000 was in respect of expenses of the previous year booked in the current month August. So 80,000 15,000 5,000 abnormal item extraordinary item ആണ്. So 15,000 എന്ന് പറയുന്നത് due to an award of labor court, it is an extraordinary item, and 5,000 is the expense of previous year. Okay, so actual overhead in 80,000 in ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ you will get the correct actual overhead as 60,000. 80,000 minus 15,000 minus 5,000. Actual overhead കിട്ടി. Absorbed overhead എന്ന് പറഞ്ഞാൽ എന്താ? Actual hours into absorption rate. So absorption rate into actual hours. Actual hours എടുത്തത് ഇവിടെ ബേസിസ് അവേഴ്സ് ആയതുകൊണ്ടാണ് actual hours എടുത്തത്. Okay, so 5 into 10,000 50,000 ആണ് absorbed overhead. Absorbed overhead 50,000, actual overhead 60,000. Absorbed overhead is less than actual overhead, therefore under absorption. So under absorption എത്ര വന്ന് ഡിഫറൻസ് എടുക്കുക? 10,000 under absorption വന്നു. Okay. The actual production was 40,000 units, of which 30,000 units were sold. On analyzing the reasons, it was found that 60% of under absorbed overhead was due to defective planning and rest was attributable to normal cost increase. So 60% was due to defective planning. It is an abnormal item. Abnormal item എന്താ? കോസ്റ്റിംഗ് പാനലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ബാലൻസ് 40% എന്ന് പറയുന്നത് നോർമൽ റീസൺ ആണ്. സപ്ലിമെൻ്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. സോ നോക്കാം നമുക്ക്. 10,000 ആണ് അണ്ടർ അബ്സോർപ്ഷൻ. അതിൽ 60% ഇസ് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്ലാനിങ്. സോ 6,000 ഇസ് ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് പാനൽ അക്കൗണ്ട്. Then 40% is due to normal reason. 10,000 into 40% എന്ന് പറയുന്നത് 4,000 ആണ്. We need to calculate the supplementary rate. Supplementary rate എന്ന് പറഞ്ഞാൽ cost overhead divided by എത്ര യൂണിറ്റ്സ് സെൽ ചെയ്തു പ്ലസ് എത്ര യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്കിലുണ്ട് പ്ലസ് ക്വസ്റ്റ്യനിൽ WIP ഉണ്ടെങ്കിൽ അത്. ഓക്കെ, ഇവിടെ ആക്ച്വൽ പ്രൊഡക്ഷൻ 40,000 യൂണിറ്റ്സ് ആണ്. 30,000 സെൽ ചെയ്തു. WIP ഒന്നുമില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 40 മൈനസ് 30 10,000 ഉണ്ട്. സോ എത്ര യൂണിറ്റ്സ് സെൽ ചെയ്തു? 30,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയുണ്ട്? 10,000. WIP ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എഴുതണ്ട. സോ 4,000 ഡിവൈഡഡ് ബൈ 30,000 സെൽ ചെയ്തു, 10,000 സ്റ്റോക്കിലുണ്ട്. സോ വി വിൽ ഗെറ്റ് ദ സപ്ലിമെൻ്ററി റേറ്റ് ആസ് 0.10. ഇനി ആ 0.10 മൾട്ടിപ്ലൈഡ് ബൈ 30,000 ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. 10,000 ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടും. സോ കോസ്റ്റ് ഓഫ് സെയിൽ ഈക്വൽ ടു 30,000 into 0.1, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ 10,000 into 0.1. സോ TYK നമ്പർ 8 TYK നമ്പർ 7 സിമിലർ ആണ്. ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ 7th ക്വസ്റ്റ്യനിൽ ആക്ച്വൽ ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രോണറി ഐറ്റവും പ്രീവിയസ് ഇയർ ഐറ്റവും മൈനസ് ചെയ്തു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടില്ല, അതുകൊണ്ട് മൈനസ് ചെയ്യേണ്ട. ദാറ്റ്സ് ദി ഓൺലി ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. A factory has 3 production departments. Policy of factory is to recover the production overhead of entire factory by adopting a single blanket rate based on the percentage of total factory overhead to total factory wages. Relevant data for a month are given below. So department വന്നിട്ടുണ്ട്, budgeted data വന്നിട്ടുണ്ട്, actual data വന്നിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെ? direct material, wages, factory overhead, then direct labor hours വന്നിട്ടുണ്ട്, machine hours വന്നിട്ടുണ്ട്. budgeted ഡേറ്റയും ആക്ച്വൽ ഡേറ്റയും തന്നിട്ടുണ്ട്. The details of one of the representative jobs produced during the month are as under. So job number CW7083. Department, direct material, direct wages, direct labor hours, machine hours. The factory add 30% on factory cost to cover the administration and selling overhead and profit. So 30% profit add ചെയ്യണം. Compute the overhead absorption rate as per the current policy of company and determine the selling price of job number CW7083. So overhead absorption rate first calculate ചെയ്യുക as per the current policy അനുസരിച്ച് and determine selling price of job number CW7083. കമ്പനിയുടെ കറണ്ട് പോളിസി എന്ന് പറയുന്നത് ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ടു ടോട്ടൽ ഫാക്ടറി വേജസ്. സോ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ടു ടോട്ടൽ ഫാക്ടറി വേജസ്, അതാണ് കമ്പനിയുടെ കറണ്ട് പോളിസി എന്ന് പറയുന്നത്. സോ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഫാക്ടറി വേജസ്. ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? ബഡ്ജറ്റഡ്
എല്ലാം ആഡ് ചെയ്യുക. 3,60,000 പ്ലസ് 1,40,000 പ്ലസ് 1,25,000 ചെയ്യുമ്പോൾ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് കിട്ടും. അതേ ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് 80,000 പ്ലസ് 3,50,000 പ്ലസ് 70,000 ചെയ്യുമ്പോൾ ടോട്ടൽ ബഡ്ജറ്റഡ് ഡയറക്റ്റ് വേജസ് കിട്ടും. ബഡ്ജറ്റഡ് ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഡയറക്റ്റ് വേജസ് ചെയ്യുമ്പോൾ you will get the absorption rate. So overhead absorption rate is equal to budgeted factory overhead divided by budgeted direct wages into 100, which means 125% of direct wages ആണ് overhead absorption rate. So first കഴിഞ്ഞു overhead absorption rate calculate ചെയ്തു. Next selling price determine ചെയ്യുക. job CW 7083 selling price. So direct material cost എത്രയാണ്? 1200 plus 600 plus 300. Direct wages 240 plus 360 plus 60. Labor hours machine hours തന്നിട്ടുണ്ട്. ഇനി factory overhead എത്രയാണ്? Absorption rate already calculate ചെയ്തു. എത്ര percentage ആണ്? 125% of direct wages ആണ് factory overhead. So 240 plus 360 plus 60 into 125%. So overhead എന്ന് പറയുന്നത് 825 കിട്ടും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. 30% പ്രോഫിറ്റ് ആഡ് ചെയ്യണമെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 30% അതിൻ്റെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ സെല്ലിംഗ് പ്രൈസ് ആസ് 4,660.5. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. സജസ്റ്റ് എനി സ്യൂട്ടബിൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ് ആൻഡ് കാൽക്കുലേറ്റ് ഓവർഹെഡ് റിക്കവറി റേറ്റ് ബേസ്ഡ് ഓൺ ദ മെത്തേഡ് റെക്കമെൻഡഡ് ബൈ യു. സോ നമുക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റ്, അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റ്, പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. In machine department, the use of machine time is the predominant factor of production. So machine time is the predominant factor of production. Hence the machine hour rate should be used to recover the overhead in this department. So overhead recovery rate based on machine hours first calculate ചെയ്യാം. എങ്ങനെയാണ്? budgeted factory overhead divided by budgeted machine hours. So budgeted factory overhead എന്ന് പറയുന്നത് എത്രയാണ്? Already തന്നിട്ടുണ്ട്. ബഡ്ജറ്റഡ് ഫാക്ടറി ഓവർഹെഡ് ഫോർ മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ സെപ്പറേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ 3,60,000 ബഡ്ജറ്റഡ് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് മെഷീൻ hours 80,000 hours 4.50 per hour കിട്ടും. സോ മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിക്കവറി റേറ്റ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 4.50 per hour ആണ്. ദെൻ സെക്കൻഡ് അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റ്. In this department, direct labor hours is the main factor of production. Hence, direct labor hour rate method should be used to recover overhead in this department. Overhead recovery rate in this case എന്ന് പറഞ്ഞാൽ, so assembly departmentന് direct labor hours ആണ് main factor. So direct labor hours യൂസ് ചെയ്താണ് recovery rate calculate ചെയ്യുന്നത്. So recovery rate എന്ന് പറഞ്ഞാൽ budgeted factory overhead divided by basis. So ഇവിടുത്തെ basis എന്ന് പറയുന്നത് direct labor hour ആണ്. ഓക്കെ. സോ അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബഡ്ജറ്റഡ് ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? ബഡ്ജറ്റഡ് ഫാക്ടറി ഓവർഹെഡ് ഇസ് 1,40,000 ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ hours എത്രയാണ്? 1 lakh. സോ 1,40,000 ഡിവൈഡഡ് ബൈ 1 lakh എത്ര കിട്ടും? 1.40 per hour ആണ് അബ്സോർപ്ഷൻ റേറ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ലേബർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. Hence, direct labor hour rate method should be used to recover overhead in this department. So, packing department basis നമ്മൾ യൂസ് ചെയ്യുന്നത് direct labor hours ആണ്. Budgeted factory overhead divided by direct labor hours. So, packing department budgeted factory overhead 1,25,000 divided by direct labor hours 50,000 ചെയ്യുമ്പോൾ we will get 2.50 per hour. So, 3 മെത്തേഡിൽ മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റേറ്റ് പെർ അവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി തേർഡ് സബ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ജോബ് CW 7083 ബേസ്ഡ് ഓൺ ദ ഓവർഹെഡ് ആപ്ലിക്കേഷൻ റേറ്റ് കാൽക്കുലേറ്റഡ് ഇൻ ടു എബവ്. സോ നമ്മൾ സെക്കൻഡിൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സെല്ലിംഗ് പ്രൈസ് ഓഫ് ജോബ് 7083 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ ജോബിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ടോട്ടൽ ചെയ്ത് എഴുതുക. ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 240 360 പ്ലസ് 60. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓവർഹെഡിലാണ് ചേഞ്ച് വരുന്നത്. ഓവർഹെഡിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും 3 അബ്സോർപ്ഷൻ റേറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സെപ്പറേറ്റ് ഒരു ഓവർഹെഡ് സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ്, മെഷീൻ, അസംബ്ലി, പാക്കിംഗ്. ബേസിസ് നമ്മൾ ഏതെടുത്തത്? മെഷീനിൽ മെഷീൻ hours, അസംബ്ലിയിലും പാക്കിങ്ങിലും ഡയറക്റ്റ് ലേബർ hours ആണ് യൂസ് ചെയ്തത്. എത്ര hours ജോബ്സ് CW 7083 വർക്ക് ചെയ്തു? സോ മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റ് മെഷീൻ hour 180 hours വർക്ക് ചെയ്തു. അസംബ്ലി ആൻഡ് പാക്കിംഗ് ഡയറക്റ്റ് ലേബർ hours ആണ് 120 and 40 hours.
റേറ്റ് നമ്മൾ ഓൾറെഡി സെക്കൻഡ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തു. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഓവർഹെഡിൻ്റെ ടോട്ടൽ എടുക്കാം. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഓവർഹെഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിൻ്റെ ഒപ്പം 30% പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ സെല്ലിംഗ് പ്രൈസ്. ഇനി അതിന് തന്നെ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആൻഡ് ടോട്ടൽ അണ്ടർ ഓർ ഓവർ റിക്കവറി ഓഫ് ഓവർഹെഡ് ബേസ്ഡ് ഓൺ കമ്പനീസ് കറൻറ്റ് പോളിസി ആൻഡ് മെത്തേഡ്സ് റെക്കമെൻഡഡ് ബൈ യു. സോ കറൻറ്റ് പോളിസി അനുസരിച്ചും റെക്കമെൻഡ് ചെയ്തതനുസരിച്ചും അണ്ടർ അബ്സോർപ്ഷൻ ആണോ ഓവർ അബ്സോർപ്ഷൻ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് കറൻറ്റ് പോളിസി അനുസരിച്ച് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അബ്സോർബ്ഡ് ഓവർഹെഡും കാൽക്കുലേറ്റ് ചെയ്യണം, ആക്ച്വൽ ഓവർഹെഡും കാൽക്കുലേറ്റ് ചെയ്യണം. അബ്സോർബ്ഡ് ഓവർഹെഡ് കുറവാണെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ, അബ്സോർബ്ഡ് ഓവർഹെഡ് കൂടുതലാണെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് അബ്സോർബ്ഡ് ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാം. കറൻറ്റ് മെത്തേഡിൽ അബ്സോർപ്ഷൻ റേറ്റ് എത്രയാണ്? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 125% ഓഫ് ഡയറക്റ്റ് വേജസ് ആണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. സോ ഫസ്റ്റ് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡയറക്റ്റ് വേജസ് എഴുതാം. സോ ഡയറക്റ്റ് വേജസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വൽ ആണ് എടുക്കേണ്ടത്. 96,000, 2,70,000, 90,000. ഓക്കെ, ഇനി അതിൻ്റെ 125% എടുക്കുക. യു വിൽ ഗെറ്റ് ദി അബ്സോർബ്ഡ് ഓവർഹെഡ് ആസ് 1,20,000, 337,500 ആൻഡ് 1,12,500. അബ്സോർബ്ഡ് ഓവർഹെഡ് കിട്ടി. ദെൻ ആക്ച്വൽ ഓവർഹെഡ് എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 3,90,000, 84,000, 1,35,000. ഫാക്ടറി ഓവർഹെഡ് തന്നെ. ആക്ച്വൽ ഓവർഹെഡ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡ്, അബ്സോർബ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ 125%, because that is the policy that the company follows. Okay, അപ്പോൾ അബ്സോർബ്ഡ് ഓവർഹെഡ് 1,20,000, ആക്ച്വൽ ഓവർഹെഡ് 3,90,000. Absorbed overhead is less than actual overhead, therefore under absorption of 2,70,000. അതേപോലെ അസംബ്ലിയുടെയും പാക്കിങ്ങും ചെയ്യാം. ഇനി നമ്മൾ പ്രൊപ്പോസ് ചെയ്ത ബേസിസിൽ ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്ത. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതായത് മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റിന് മെഷീൻ അവേഴ്സിൻ്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിനും പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനും ലേബർ അവേഴ്സിൻ്റെ ബേസിസിൽ അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് അവേഴ്സ് അബ്സോർബ്ഡ് ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അബ്സോർബ്ഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു റേറ്റ് പെർ അവർ. സോ ആക്ച്വൽ അവേഴ്സ് എത്രയാണ്? മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും. സോ മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ മെഷീൻ അവേഴ്സ് യൂസ് ചെയ്താണ്. സോ ആക്ച്വൽ അവേഴ്സ് 96,000. അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡയറക്റ്റ് ലേബർ അവേഴ്സിൻ്റെ ബേസിലാണ്. സോ 90,000 ആൻഡ് 60,000. സോ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് എഴുതാം. അതേ ഇൻറ്റു അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റഡ് ഇൻ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി അബ്സോർബ്ഡ് ഓവർഹെഡ് കിട്ടും. ദെൻ അതിൽ നിന്നും ആക്ച്വൽ ഓവർഹെഡ് നേരത്തെ പോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ് തന്നെ. സോ കൂടുതലാണ് അബ്സോർബ്ഡ് ഓവർഹെഡ് ആക്ച്വൽ ഓവർഹെഡിനേക്കാളും കൂടുതലാണെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ, കുറവാണെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ. A light engineering factory fabricates machine parts for customers. Factory commenced fabrication of 12 numbers machine parts as per the customer specifications. Expenditure incurred on job for the week ending 21st August is as tabulated below. So direct material, direct labor, 20 hours at 15 per hour. Then machine facilities, machine number 1 4 hours at 45, machine 2 6 hours at 65 total. Then overhead is charged at the rate of 80 per hour on 20 manual hours. You will get the total cost. Overhead rate of 8 per hour is based on 3,000 man hours per week. Similarly, machine hour rate are based on normal working hours of machine number 1 and 2 for 40 hours out of 45 hours per week. So overhead rate തന്നിട്ടുണ്ട് 8 per hour, അത് 3,000 man hours ആയിട്ട് ബേസ് ചെയ്താണ്. അതേപോലെ തന്നെ മെഷീൻ hour റേറ്റ് തന്നിട്ടുണ്ട് 40 hours മെഷീൻ hour വർക്ക് ചെയ്തു. അത് സ്റ്റാൻഡേർഡ് hours ആണ്. After the close of each week, the factory levies a supplementary rate for the record of full overhead expense on the basis of actual overhead work during the week. So during the week ending 21st August, total labor hours worked was 2,400. So actual hours worked 2,400 and machine have worked for 30 hours and 32.5. So machine day actual hours തന്നിട്ടുണ്ട്. Prepare a cost sheet for the job for fabrication 12 numbers machine part duly levying supplementary rate. So first supplementary rate levy ചെയ്യാതെ direct ആയിട്ട്. Cost sheet for the week ending August. Direct material, direct labor, machine facilities, total overhead, total cost. Question is തന്നിരിക്കുന്ന same thing. Next
സപ്ലിമെൻ്ററി റേറ്റ് ലെവി ചെയ്തിട്ട് സപ്ലിമെൻ്ററി റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ സപ്ലിമെൻ്ററി റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ആക്ച്വൽ റേറ്റ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ബഡ്ജറ്റഡ് റേറ്റ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ റേറ്റ് ഇത് കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ നിന്നും ചാർജ് ചെയ്തിരിക്കുന്ന റേറ്റ് മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സപ്ലിമെൻ്ററി റേറ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓവർ ഹെഡാണ്. ഓവർ ഹെഡിൻ്റെ എത്ര റേറ്റിലാണ് ചാർജ് ചെയ്യുന്നത്, സപ്ലിമെൻ്ററി റേറ്റ് എത്ര? ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ബഡ്ജറ്റഡ് ഓവർ ഹെഡ് കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ അവേഴ്സ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ റേറ്റ് കിട്ടും. ആ റേറ്റിൽ നിന്നും ഓൾറെഡി ചാർജ് ചെയ്തിരിക്കുന്ന റേറ്റ് മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ സപ്ലിമെൻ്ററി റേറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഓവർ ഹെഡ്സിൻ്റെ ചെയ്യാം. ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എത്ര? Overhead rate of 8 per hour is based on 3000 man hours. So 3000 man hours ആണ് സ്റ്റാൻഡേർഡ് hours. റേറ്റ് 8 ആണ്. സോ ഈ 8 per hour എന്ന് പറയുന്നത് 20 മാനുവൽ ഹവേഴ്സിനാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 8 per hour 3000 മാൻ ഹവേഴ്സിനാണ്. സോ ടോട്ടൽ ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 3000 മാൻ ഹവേഴ്സ് ഇൻറ്റു 8 24,000 ആണ് ബഡ്ജറ്റഡ് ഓവർ ഹെഡ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ അവേഴ്സ്. സോ ആക്ച്വൽ അവേഴ്സ് എത്ര വർക്ക് ചെയ്തു? 2400 hours വർക്ക് ചെയ്തു. സോ ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ അവേഴ്സ് ചെയ്യുമ്പോൾ റേറ്റ് കിട്ടും. ആക്ച്വൽ റേറ്റ് പെർ അവർ കിട്ടും 10. സോ ആക്ച്വൽ റേറ്റ് പെർ അവറിൽ നിന്നും ഓൾറെഡി ചാർജ് ചെയ്തിരിക്കുന്ന റേറ്റ് മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ സപ്ലിമെൻ്ററി റേറ്റ്. സോ ഓവർ ഹെഡ് ചാർജ് ചെയ്തിരിക്കുന്നത് 8-നാണ്. സോ 10 minus 8 2 ആണ് സപ്ലിമെൻ്ററി റേറ്റ്. Okay, so overhead will be 20 hours into 2 per hour. Then next എന്ന് പറയുന്നത് മെഷീൻ ഫെസിലിറ്റീസ് ആണ്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. സോ ബഡ്ജറ്റഡ് കണ്ടുപിടിക്കാം. സോ ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 40 hours ഔട്ട് ഓഫ് 45 hours per week. സോ നോർമൽ വർക്കിംഗ് എന്ന് പറയുന്നത് 40 hours ആണ്. അതായത് സ്റ്റാൻഡേർഡ് hours എന്ന് പറയുന്നത് 40 hours ആണ്. സോ 40 into 45 for മെഷീൻ 1, 40 into 65 for മെഷീൻ 2 ആണ് ബഡ്ജറ്റഡ് ഓവർ ഹെഡ്. അതേ ഡിവൈഡഡ് ബൈ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ചെയ്യണം. ആക്ച്വൽ അവേഴ്സ് എത്ര? 30 hours and 32.5 hours ചെയ്യുമ്പോൾ ആക്ച്വൽ റേറ്റ് പെർ അവർ കിട്ടും. റേറ്റ് പെർ അവറിൽ നിന്നും ക്വസ്റ്റനിൽ ചാർജ് ചെയ്തിരിക്കുന്ന റേറ്റ് മൈനസ് ചെയ്യുമ്പോൾ സപ്ലിമെൻ്ററി റേറ്റ് കിട്ടും. ക്വസ്റ്റനിൽ എത്രയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്? 45ഉം 65ഉം. സോ അത് മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ സപ്ലിമെൻ്ററി റേറ്റ് ആസ് 15 and 15. സോ മെഷീൻ നമ്പർ 1 4 hours at the rate of 15, machine number 2 6 hours at the rate of 15. So total cost എന്ന് പറയുന്നത് 2000. TYK 11 നോക്കാം. 7-നും 8-നും സിമിലർ ആണ്. ABC Limited manufactures a single product and absorb the production overhead at a predetermined rate of 10 per machine hour. So absorption rate തന്നിട്ടുണ്ട്. At the end of current financial year, it has been found that actual production overhead incurred were 6 lakh. So actual overhead is 6 lakh. So absorption rate അറിയാം നമുക്ക്, actual overhead അറിയാം 6 lakh. It included 45,000 on account of return of obsolete stores and 30,000 being the wages paid for the strike period under an award. So obsolete stores write off ചെയ്തതാണ് 30,000. So അത് actual overhead നിന്ന് മൈനസ് ചെയ്യണം because it is an abnormal item. And also wages paid for strike period, it is an extraordinary item, so it should also be deducted from the actual overhead. The production and sales data for the current year is as under: production finished goods 20,000 units, WIP 8,000 units, 50% complete in all respects. This sentence is important. Then sales finished goods 18,000 units. Actual machine hours worked during the period were 48,000. It has been found that 1/3 of under absorption was due to lack of production planning. That is an abnormal item. So 1/3 is due to abnormal and rest was attributable to normal. So 2/3 is normal. So we need to find the supplementary rate. Calculate the amount of under absorption of production overhead during the current year and show the accounting treatment of under absorption of production overhead. So amount of under absorption calculate ചെയ്യാം, accounting treatment കാണിക്കാം. So okay, so under absorption എങ്ങനെ calculate ചെയ്യും? Absorbed overheadും actual overheadും കണ്ടുപിടിക്കാം. So absorbed overhead എന്ന് പറഞ്ഞാൽ എന്താ? Actual hours into rate, actual hours into absorption rate. Actual hours എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ആക്ച്വൽ hours എന്ന് പറയുന്നത് 48,000 hours ആണ്. സോ 48,000 ഇൻറ്റു predetermined rate, absorption rate 10. So 48,000 into 10, 4,80,000 absorbed overhead കിട്ടും.
ആക്ച്വൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 6 ലാഖിൽ നിന്നും ഒബ്സൊലീറ്റ് സോഴ്സിൽ റൈറ്റ് ഓഫ് ചെയ്ത 45,000 30,000 ഫോർ സ്ട്രൈക്ക് പീരീഡ് മൈനസ് ചെയ്യുമ്പോൾ 5,25,000 കിട്ടും. അബ്സോർബ്ഡ് ഓവർ ഹെഡ് ഇസ് ലെസ് ദാൻ ആക്ച്വൽ ഓവർ ഹെഡ്, ദർഫോർ അണ്ടർ അബ്സോർപ്ഷൻ. ഡിഫറൻസ് എത്ര? 45,000 അണ്ടർ അബ്സോർപ്ഷൻ. അതിൽ 1/3 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു ഡിഫക്റ്റീവ് പ്ലാനിങ്, സോ ഇറ്റ് ഷുഡ് ബി ചാർജ് ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. 2/3 നമ്മൾ ഓരോന്നിനും ചാർജ് ചെയ്യണം. സോ സപ്ലിമെൻ്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 30,000 ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ. ഓക്കെ, നൗ നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ എന്താ പറഞ്ഞത്? എത്ര യൂണിറ്റ്സ് സെൽ ചെയ്തു പ്ലസ് എത്ര ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോക്കിലുണ്ട് പ്ലസ് WIP. സോ എത്ര യൂണിറ്റ്സ് സെൽ ചെയ്തു? 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, 18,000 യൂണിറ്റ്സ് സെൽ ചെയ്തു. സോ 18,000 യൂണിറ്റ്സ് സെൽ ചെയ്തു പ്ലസ് എത്ര ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്? 2,000 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. 20 മൈനസ് 18, 2,000 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് പ്ലസ് WIP എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 15% കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്ട്, കംപ്ലീറ്റ് ആയത് മാത്രമേ എടുക്കുകയുള്ളൂ. സോ 8,000 ഇൻറ്റു 50%, 4,000 ഡിവൈഡ് ചെയ്യാം. സോ 30,000 ഡിവൈഡഡ് ബൈ 18,000 പ്ലസ് 2,000 പ്ലസ് 4,000 ചെയ്യുമ്പോൾ സപ്ലിമെൻ്ററി റേറ്റ് 1.25 പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് സെയിൽസിലേക്കും ഫിനിഷ്ഡ് ഗുഡ്സിലേക്കും WIPയിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക സപ്ലിമെൻ്ററി റേറ്റിൻ്റെ ബേസിസിൽ. സോ 18,000 ഇൻറ്റു 1.25, 2,000 ഇൻറ്റു 1.25, 4,000 ഇൻറ്റു 1.25 കോസ്റ്റ് ഓഫ് സെയിൽസിലും ഫിനിഷ്ഡ് ഗുഡ്സിലും WIPയിലും അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. Question number 12. A Limited manufactures two product A and B. Manufacturing division consists of two production department P1, P2, two service department S1, S2. Budgeted overheads are, overhead rates are used in production department to absorb the factory overhead to products. Rate of department P1 is based on direct machine hours, while the rate of department P2 is based on direct labor hours. So department P1 absorption rate is based on direct machine hours. Department P2 is based on direct labor hours. So rate എന്ന് പറഞ്ഞാൽ എന്താ? ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബേസിസ്. സോ P1 ബേസിസ് മെഷീൻ hours ആണ്, P2 labor hours ആണ്. For allocating the service department cost to production department, basis allotted is as follows. So cost of department S1, service department S1 to department P1 and P2 equally. Then cost of service department S2 to department P1 and P2 in ratio 2:1. The following data relating to the factory overhead budgeted for the year is available. Production department P1, P2, service department S1, S2. Budgeted output in unit product A 50,000, B 30,000. Budgeted time required for production per unit. Department P1, product A 1.5 machine hours, B 1 machine hour. Department P2, product A 2 direct labor hours, B 2.5 direct labor hours. So separate ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടായിരുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. You are required to compute the predetermined overhead rate for both the production department. So both production department P1 and P2 overhead rate calculate ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. So first തന്നെ നമുക്ക് budgeted factory overhead for the year കൊടുക്കാം, ഓരോന്നിൻ്റെയും overhead കൊടുക്കാം. Then service departmentൻ്റെയും രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും P1നും P2നും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ൻ്റെ P1 ആൻഡ് P2ന് ഈക്വലി ആണ് അപ്പോർഷൻ ചെയ്യേണ്ടത്, വിച്ച് മീൻസ് 6 lakh 1:1 റേഷ്യോയിൽ 3 lakh ആൻഡ് 3 lakh വെച്ച് P1 ആൻഡ് P2ന് അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S2 P1 ആൻഡ് P2ന് 2:1 റേഷ്യോയിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്. സോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4,50,000 ഉണ്ട്, അത് മൈനസ് ചെയ്യാം. P1 ആൻഡ് P2ൽ 2:1 റേഷ്യോയിൽ. സോ ടോട്ടൽ ഓഫ് production department 31,50,000, 26,25,000. Okay, so total overhead കിട്ടി. അതേ ഡിവൈഡഡ് ബൈ P1ന് budgeted machine hour, P2ന് budgeted labor hour ചെയ്യുമ്പോൾ you will get the overhead rate. Okay, so budgeted machine hour എത്രയാണ്? Budgeted time required for production per unit. So per unit തന്നിരിക്കുന്നത് എത്ര യൂണിറ്റ്സ് ഉണ്ട്? 50,000 and 30,000. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് എത്ര ടോട്ടൽ hours ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് എത്ര? 50,000 and 30,000. ബഡ്ജറ്റഡ് മെഷീൻ hour ഇൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1.5 മെഷീൻ hours ആണ്, ബിയിൽ 1 മെഷീൻ hour ആണ്. സോ 50,000 into 1.5, 30,000 into 1. ദെൻ ബഡ്ജറ്റഡ് ലേബർ hours എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എ 2 direct labor hour and B 2.5 direct labor hour. So 50,000 into 2, 30,000 into 2.5. So total ചെയ്യാം.
പ്രൊഡക്റ്റിൻ്റെ ബേസിലല്ല ടോട്ടൽ ചെയ്യേണ്ടത്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിലാണ്. സോ ഡിപ്പാർട്ട്മെൻറ്റ് P1 75,000 plus 30,000 1,05,000, P2 1 lakh plus 25,000 1,75,000. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ hours ചെയ്യുമ്പോൾ you will get the budgeted machine or labor hour rate.